ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിവിടെ ഇപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാരണം ഇന്ന് നമ്മുടെ ലേബൽ സാരി ഫെസ്റ്റിൻ്റെ ഇനോഗ്രേഷനാണ്. അപ്പോൾ ഇവിടെ എൻ്റെ സ്റ്റാഫ് തന്നെയാണ് കംപ്ലീറ്റ് കാര്യങ്ങളെല്ലാം ചെയ്തത്. പിന്നെ ഇന്നെനിക്ക് രാവിലെ 7 മണിക്ക് വരണമെന്ന് വിചാരിച്ചു, പക്ഷേ പറ്റിയില്ല. മോള് ജസ്റ്റ് എൻ്റെ അടുത്ത് ഇങ്ങനെ കിടക്കുമായിരുന്നു. പിന്നെ ഞാൻ വേഗം കുളിച്ചു റെഡിയായി ഇപ്പോൾ എത്തിയിട്ട് ഞാൻ പെട്ടെന്ന് മേക്കപ്പ് ചെയ്യണം കേട്ടോ. ഇവിടെ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഡ്രസ്സ് ചെയ്യുന്നത്. അപ്പോൾ അമ്മയും വിശേട്ടനും മോളും ഒക്കെ അച്ഛനും എല്ലാവരും 11 മണിയാകുമ്പോൾ എത്തും. പിന്നെ എനിക്ക് വേറൊരു ചെറിയൊരു വിഷമമുള്ളതെന്ന് വെച്ചാൽ എൻ്റെ അമ്മയ്ക്ക് വരാൻ സാധിക്കില്ല. കാരണം എൻ്റെ അമ്മയ്ക്ക് പെറ്റ് സ്കാൻ ഉണ്ടായിരുന്നു ഇന്നലെ. അപ്പോൾ പെറ്റ് സ്കാൻ അമ്മയുടെ ട്രീറ്റ്മെൻറ്റ് നടക്കുമല്ലേ. അപ്പോൾ പെറ്റ് സ്കാൻ കഴിഞ്ഞിട്ട് അവർ റേഡിയേഷൻ മറ്റേ ഡൈ ഇഞ്ചെക്റ്റ് ചെയ്തിട്ടല്ലേ പെറ്റ് സ്കാൻ ചെയ്യുന്നത്. അപ്പോൾ അത് കാരണം ഒരു 3-4 ദിവസത്തേക്ക് പുറത്തോട്ട് വരാൻ അമ്മയ്ക്ക് ഇറങ്ങാൻ പറ്റില്ല. കാരണം ഒന്ന്, അമ്മ ഭയങ്കര ടയേർഡായിരിക്കും. പിന്നെ 2, കുഞ്ഞുങ്ങളുടെ അടുത്തോട്ടൊന്നും എക്സ്പോസ് ആവാൻ പാടില്ല പെറ്റ് സ്കാൻ കഴിഞ്ഞ ഉടനെ. അപ്പോൾ അത് കാരണം അമ്മ വീട്ടിലുണ്ട്. അപ്പോൾ അമ്മ എന്നെ വിളിച്ചു, അനുഗ്രഹം എല്ലാം തന്നു. അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് വരാൻ പറ്റാത്തതിൻ്റെ ചെറിയൊരു വിഷമമുണ്ട്. പിന്നെ ഈ ഒരു അവസരത്തിൽ ഞാൻ എൻ്റെ വല്യമ്മേനെ ഓർമ്മിക്കുന്നു. എൻ്റെ വല്യമ്മ നമ്മളെ വിട്ട് പോയി. പക്ഷേ എന്നാൽ പോലും വല്യമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഞാൻ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും. പിന്നെ പ്രത്യേകിച്ച് സാരിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വല്യമ്മ വലിയൊരു സാരി പ്രേമിയാണ്. അപ്പോൾ വല്യമ്മേനെ ഞാൻ ഈ ഒരു അവസരത്തിൽ ഓർമ്മിക്കുന്നു. പിന്നെ ബാക്കിയുള്ള എല്ലാവരും ഒരു 10-11 മണിയോട് കൂടി എത്തും. ഇപ്പോൾ ഒരു 9 മണി കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഏതായാലും ഞാൻ റെഡി ആവട്ടെ. ബാക്കി നമ്മുടെ അറേഞ്ച്മെൻറ്റ്സ് എല്ലാം നമ്മുടെ മഞ്ജുവിൻ്റെ ആൾക്കാർ വന്ന് എല്ലാം ചെയ്തു. മഞ്ജു ഇപ്പം തന്നെ എത്തും സീക്രട്ട് ബോക്സിൽ. അപ്പോൾ നിങ്ങൾ മഞ്ജുവിനെ, നിങ്ങളുടെ വീട്ടിൽ എന്ത് ഇവൻറ്റ് ഉണ്ടെങ്കിലും മഞ്ജുവിനെ വിളിക്കാൻ മറക്കരുത്. മഞ്ജുവിൻ്റെ നമ്പർ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണാൻ സാധിക്കും. അപ്പം മഞ്ജുവിൻ്റെ ബാക്കി ചെറിയ രീതിക്ക് മതിയെന്ന് ഞാൻ മഞ്ജുവിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം നമ്മുടെ പ്രോഡക്ട്സിനല്ലേ കൂടുതലൊരു പ്രോമിനൻസ് കൊടുക്കേണ്ടത്. അപ്പോൾ അത് വെച്ചിട്ട് ചെറിയ രീതിക്ക് മഞ്ജു കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ മഞ്ജു ഇപ്പോൾ ഉടനെ എത്തും. അപ്പോൾ ഞാൻ വേഗം റെഡി ആവട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മഞ്ജുവിൻ്റെ കാര്യം. ഞാൻ പറഞ്ഞിരുന്നു മഞ്ജു ഞാനൊന്നും നോക്കുന്നില്ല, മഞ്ജുവിനെ അങ്ങ് ഏൽപ്പിച്ചിരിക്കുകയാണ് ഈ റിബൺ കട്ടിങ്ങിൻ്റെയും പോസ്റ്ററിൻ്റെയും പിന്നെ ഇവിടുത്തെ ചെറിയ ഡെക്കോറിൻ്റെ കാര്യങ്ങളെല്ലാം. അപ്പോൾ മഞ്ജു അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തു. അപ്പോൾ മഞ്ജു കൂപ്പൺസ് എല്ലാം പ്രിൻറ്റ് ചെയ്ത് കൊണ്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ഇവിടെ ലക്കി ഡ്രോ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും കംപ്ലീറ്റ് മഞ്ജുവാണ് എല്ലാം ചെയ്തത്. വലിയൊരു ബോളൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 3000 എബോവ് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലക്കി ട്രിപ്പിന് വേണ്ടിയിട്ട് നിങ്ങളുടെ പേരും ഫോൺ നമ്പറും ഒക്കെ ഇട്ടിട്ട് ഒരു കൂപ്പണിലിട്ട് അതിൻ്റെ അകത്തിടും. നമ്മളൊരു 12th ആവുമ്പോൾ അത് എടുക്കും. അപ്പോൾ നമ്മൾ 3 വിന്നേഴ്സിനെ നമ്മൾ അനൗൺസ് ചെയ്യും. എക്സൈറ്റിംഗ് ഗിഫ്റ്റ്സും കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ മഞ്ജു എന്തായാലും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നു. താങ്ക് യു സോ മച്ച് മഞ്ജു. അപ്പോൾ എല്ലാവരും സീക്രട്ട് ബോക്സ് ഫോളോ ചെയ്യുക. എന്തായാലും മഞ്ജു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് എല്ലാം ചെയ്തു തന്നു. എന്തായാലും ഞാൻ വളരെ ഹാപ്പിയാണ് മഞ്ജു. താങ്ക് യു സോ മച്ച്. നമ്മളെ സ്വന്തം ഷോപ്പ് പോലെയാണ് മഞ്ജു എല്ലാ കാര്യങ്ങളും ചെയ്തത്. അപ്പോൾ സീക്രട്ട് ബോക്സിന്റെ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വീട്ടിൽ എന്ത് ഇവന്റ് ഉണ്ടെങ്കിലും മഞ്ജുവിനെ കോൺടാക്ട് ചെയ്യാൻ മറക്കരുത്. മഞ്ജു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് എല്ലാ കാര്യങ്ങളും ഓർഗനൈസ് ചെയ്ത് നിങ്ങൾക്ക് തരും. നിങ്ങൾക്ക് നോക്കേണ്ട ആവശ്യമില്ല, മഞ്ജു എന്നെ എല്ലാം ചെയ്തോളൂ. അല്ലേ മഞ്ജു? താങ്ക് യു മഞ്ജു. താങ്ക് യു കേട്ടോ. അങ്ങനെ നമ്മുടെ ലേബൽ സാരി ഫെസ്റ്റിന്റെ ഇനോഗ്രൽ ഫംഗ്ഷൻ എല്ലാം വളരെ നല്ല രീതിക്ക് പോയി. ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു. നിങ്ങൾ തന്ന ഒരു ബ്യൂട്ടിഫുൾ റെസ്പോൺസ് നിങ്ങൾ തന്നു. ഒരുപാട് പേര് വന്നു. ഇന്നിപ്പോൾ Day 3 ആണ് ആക്ച്വലി. നമ്മൾ 3rd ഡേ ഇന്നലെ നമ്മൾ പോസ്റ്റ് ചെയ്യാമെന്ന് വെച്ചിരുന്നു ഈ ഒരു വീഡിയോ. പിന്നെ നമ്മൾ ആലോചിച്ചു ഇന്ന് പോസ്റ്റ് ചെയ്യാം. ഇന്നലെ കുറച്ച് സമയം നമുക്ക് അധികം കിട്ടിയില്ല. ഇന്നലെ ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നും രാവിലെ ഒരുപാട് കസ്റ്റമേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ വേറെയും കസ്റ്റമേഴ്സിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക. നമ്മുടെ ഷോപ്പ് പത്മാനഗറിലാണ് ഉള്ളത്, ഈസ്റ്റ് ഫോർട്ടിൽ.
ട്രിവാൻഡ്രം. പിന്നെ ട്രിവാൻഡ്രത്ത് ഇല്ലാത്ത ആൾക്കാർ, അതായത് ഇപ്പോൾ ഔട്ട്സൈഡ് ട്രിവാൻഡ്രം ഉള്ള ആൾക്കാർക്കും ഷോപ്പ് ചെയ്യാം, നമ്മുടെ ഈ ഒരു ലേബൽ സാരി ഫെസ്റ്റിൻ്റെ ഭാഗമാകാം. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്താൽ മതി. നമ്മൾ സാരി ഫെസ്റ്റിന് നമുക്കൊരു വെർച്വൽ ഷോപ്പിംഗ് വേണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നിങ്ങളുടെയും കൂടെ സമയം നോക്കിയിട്ട് ഒരു ടൈം ഫിക്സ് ചെയ്തിട്ട് ഇപ്പോൾ വാട്സാപ്പ് വീഡിയോ കോൾ വഴിയോ അല്ലെങ്കിൽ ഫോട്ടോസ് അയച്ചു തന്നോ നിങ്ങൾക്കും നമ്മുടെ പുതിയ കളക്ഷൻസ് എല്ലാം കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു സാരി ഫെസ്റ്റിനോടൊപ്പം തന്നെ നമ്മൾ ആഡിയുടെ ചെറിയൊരു ഡിസ്കൗണ്ടും കൂടെ ഇട്ടിട്ടുണ്ട്. എല്ലാ സാരീസിനുമല്ല, നമ്മൾ കൂടുതലും ഡ്രസ്സിനാണ് ആഡി സെയിൽ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഡ്രസ്സും നിങ്ങൾക്ക് ഇവിടെ വന്ന് ഷോപ്പ് ചെയ്യാം. 3 പീസ് 2 പീസ് സെറ്റ്സിനെല്ലാം നമ്മൾ 50% അപ് ടു 50% ഡിസ്കൗണ്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും വന്ന് ഷോപ്പ് ചെയ്യുക. നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മഹാ ചിപ്സ് എല്ലാം കഴിഞ്ഞിട്ട്, ഈസ്റ്റ് ഫുഡിൽ നമ്മുടെ മഹാ ചിപ്സ് എല്ലാം കഴിഞ്ഞിട്ട് ഫ്രണ്ടിലേക്ക് SP ഫോർഡിൻ്റെ റോഡിലേക്ക് വരുമ്പോഴത്തേനും നിങ്ങൾക്കൊരു ഭഗവതി ലോട്ടറി സെൻറ്റർ, വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ലോട്ടറി ഏജൻസിയാണ്, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് കേട്ടോ വരുന്നത്. ഹൗസ് നമ്പർ 8, ഫസ്റ്റ് ഫ്ലോർ, ഹൗസ് നമ്പർ 8, പത്മാനഗർ, ഈസ്റ്റ് ഫുഡ്, ട്രിവാൻഡ്രം. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക, നമ്മുടെ ഈ ഒരു വലിയ ഈ ഒരു സാരി ഫെസ്റ്റിൻ്റെ ഭാഗമാകുക. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ്. ഇത്രയും സപ്പോർട്ട് ചെയ്തതിനും താങ്ക് യു സോ മച്ച്. ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ, ടേക്ക് കെയർ.